ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് ദൈവാനുരൂപണം സാധ്യമാകുന്നത്. നമ്മൾ ഈശോയെ പോലെ ആകുന്നത് ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോഴാണ്. ഈശോ നമുക്ക് വേണ്ടി തന്റെ മാറിടം കുത്തിപ്പിളർന്ന് തന്നതുപോലെ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ നാമത്തിൽ നമ്മൾ കുത്തിപ്പിളർന്നു കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഈശോയെ പോലെയാകുന്നത്. പീഡാസഹന രൂപത്തിന്റെ മുമ്പിൽ ചെന്ന് ഈശോയുടെ തിരുമുറിവ് കണ്ട് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, നിന്റെ ഹൃദയം എനിക്കായി പിളർന്നതുപോലെ എന്റെ ഹൃദയം നിനക്കായി പിളരാൻ, നിനക്കായി പിളർക്കപ്പെടാൻ കൃപ നൽകണമേ. ഈശോയെ, ഈശോയെ. പ്രിയപ്പെട്ടവരെ, ഈശോ മുൾമുടി ചൂടിക്കൊണ്ട് ആ പീഡാസഹന രൂപം, മുൾമുടി ചൂടി കിടക്കുന്ന പീഡാസഹന രൂപം തൊട്ടുമുട്ടുമ്പോ ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി നീ മുൾമുടി ചൂടിയതുപോലെ എന്റെയും എന്റെ പ്രിയപ്പെട്ടവരുടെയും പാപത്തിന് പരിഹാരമായി മുൾമുടി ചൂടാൻ എനിക്ക് അങ്ങനെ പാപ പരിഹാരം ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ കിടക്കുന്നത് ധ്യാനിക്കുമ്പോ, ഈശോ കുരിശിൽ മരിച്ചത് ധ്യാനിക്കുമ്പോ ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, എനിക്ക് വേണ്ടി നീ കുരിശിൽ മരിച്ചതുപോലെ നിനക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, അനേകരുടെ പാപപരിഹാരമായി കുരിശിൽ മരിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവൻ ബലിയായി അർപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ഈശോയെ. ഈശോ മരിച്ചതുപോലെ, ഈശോ ബലിയായി മാറിയതുപോലെ ഞാൻ ബലിയായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എന്നിൽ ദൈവാരൂപണം സംഭവിക്കുന്നത്. ഈശോയെ. പ്രിയപ്പെട്ടവരെ, ഈശോ ദാസരൂപം എടുത്തതുപോലെ ഈശോ മനുഷ്യനായി, ദാസനായി, നമ്മളുടെ പാദങ്ങൾ കഴുകുന്നവനായി, പാദങ്ങൾ കഴുകി പാപങ്ങൾ എടുത്തു മാറ്റുന്നവനായി, പാദം കഴുകി പാപം എടുത്തു മാറ്റുന്നവനായി ദാസരൂപമെടുത്തതുപോലെ ഈശോയ്ക്ക് വേണ്ടി ദാസരൂപമെടുക്കാൻ, എളിമപ്പെടാൻ, ശുശ്രൂഷ ചെയ്യാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ ഈശോയെ പോലെ ആയിത്തീരുന്നത്. ഈശോയെ.